ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ 26. ദിസ് കാർ ഡാഷ് ടു മൈ ബ്രദർ. ദിസ് കാർ ഡാഷ് ടു മൈ ബ്രദർ. ഓപ്ഷൻ എ ബിലോങ്സ്, ഓപ്ഷൻ ബി ഹാസ് ബിലോങ്ഡ്, ഓപ്ഷൻ സി ഈസ് ബിലോങ്ങിങ്, ഓപ്ഷൻ ഡി വാസ് ബിലോങ്ങിങ്. ദിസ് കാർ ഡാഷ് ടു മൈ ബ്രദർ. ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണെന്ന് നമുക്കത് കണ്ടാൽ മനസ്സിലാവും. കാരണം ടൈം വേർഡുകളായിട്ട് ഒന്നും തന്നെ ഇതിലില്ല. ഒരു ടെൻസിനെ സൂചിപ്പിക്കുന്ന ടൈം വേർഡ് ഒന്നും ഇതിലില്ല. അപ്പോൾ നമുക്ക് സിമ്പിൾ പ്രസൻ്റ് ആയിട്ട് പരിഗണിക്കാം. കോമൺ ആയിട്ടുള്ളൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. ദിസ് കാർ അവിടെ ഒന്നേ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിലാണെങ്കിൽ വെർബും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. കാരണം ദിസ് കാർ എന്നുള്ളത് സിംഗുലർ ആണ്. അപ്പോൾ വെർബും സിംഗുലർ. ഇതിന് മുമ്പ് ഇത് പറഞ്ഞതാണ്. അപ്പോൾ ഓപ്ഷൻ എ ബിലോങ്സ് എന്നുള്ളതാണ്. ദിസ് കാർ ബിലോങ്സ് ടു മൈ ബ്രദർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ദിസ് കാർ ബിലോങ്സ് ടു മൈ ബ്രദർ. ഓക്കെ, അടുത്ത് 27, 27ാമത്തെ ക്വസ്റ്റ്യൻ. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഡാഷ് 2 days. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഡാഷ് 2 days. ഓപ്ഷൻ എ സിൻസ്, ഓപ്ഷൻ ബി ആഫ്റ്റർ, ഓപ്ഷൻ സി ഫ്രം, ഓപ്ഷൻ ഡി ഫോർ. സിൻസ്, ആഫ്റ്റർ, ഫ്രം, ഫോർ. എന്താണ് നമ്മൾ ഇതിൻ്റെ മുമ്പ് ഇതിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെൻസാണ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഡാഷ് 2 days 2 ദിവസമായിക്കൊണ്ട് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ സിൻസും ഫോറുമാണ് നമുക്കിവിടെ വേണ്ടത്. ആഫ്റ്ററും ഫ്രോമിനെ നമുക്ക് ഒഴിവാക്കാം. കാരണം ഇത്ര നേരം നമ്മളിത് കേട്ടതാണ്. അപ്പോൾ സിൻസോ ഫോറോ ആയിരിക്കും അല്ലേ. സിൻസ് ആണെങ്കിൽ എന്തായിരിക്കും? പോയിൻ്റ് ഓഫ് ടൈമും, ഫോർ ആണെങ്കിൽ പീരിയഡ് ഓഫ് ടൈമും. ഇവിടെ 2 days എന്നുള്ളതൊരു പീരിയഡ് ഓഫ് ടൈമാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഫോർ ഉപയോഗിക്കും. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഫോർ 2 days. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 28. ചൂസ് ദ കറക്റ്റ് വേർഡ്. സീത, റീമ ആൻഡ് സീന. സീത, റീമ ആൻഡ് സീന ഡാഷ് ടു ദ സെയിം സ്കൂൾ. ഓപ്ഷൻ എ വെൻഡ്, ഓപ്ഷൻ ബി ഗോൺ, ഓപ്ഷൻ സി ഗോ, ഓപ്ഷൻ ഡി ഗോസ്. ഇവിടെ സീതയുണ്ട്, റീമയുണ്ട്, സീനയുണ്ട്, 3 പേരുണ്ട്. അവരെങ്ങോട്ടാണ്? ഒരേ സ്കൂളിലേക്കാണ് പോകുന്നത്. അത് പോവുക എന്നുള്ളതിന് ഉള്ള അർത്ഥമാണ് വെച്ചിട്ട്, പോയിട്ടുണ്ട് എന്നല്ല, പോയി കഴിഞ്ഞു എന്നല്ല അല്ലേ. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. കാരണം ടൈം വേർഡുകളൊന്നും തന്നെ ഇല്ല. ടൈം വേർഡ് ഇല്ലെങ്കിൽ കൂടുതലായിട്ടും എന്താണ് 95% അത് സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും, ഒരു ടൈം വേർഡ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇവിടെ അങ്ങനെ മനസ്സിലാക്കാം, ഇത് സിമ്പിൾ പ്രസൻറ്റിലാണ്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഗോ അല്ലെങ്കിൽ ഗോസ്. 2 ഉള്ളൂ സിമ്പിൾ പ്രസൻറ്റിലുള്ളത്, ഗോ അല്ലെങ്കിൽ ഗോസ്. ഗോസ് നമ്മൾ സിംഗുലറിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക, ഗോ പ്ലൂരലിൻ്റെ കൂടെയും. അപ്പോൾ ഇവിടെ എത്ര പേരുണ്ട്? 3 പേരുണ്ട്. അപ്പോൾ സിംഗുലർ അല്ല, പ്ലൂരലാണ്. അപ്പോൾ ഓപ്ഷൻ സി ഗോ എന്നുള്ളതാണ്. സീത, റീമ ആൻഡ് സീന ഗോ ടു ദ സെയിം സ്കൂൾ. ഇനി ഇവിടെ സീത മാത്രമേ ഉള്ളെങ്കിലോ? സീത ഗോസ് ടു ദ സ്കൂൾ. അപ്പോൾ അവിടെ ഗോസ് വരും. ഇവിടെ 3 പേരുള്ളത് കൊണ്ട് പ്ലൂരൽ വേണം, അതുകൊണ്ട് നമ്മൾ ഗോ ഉപയോഗിച്ചു. സീത, റീമ ആൻഡ് സീന ഗോ ടു ദ സെയിം സ്കൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹി ഡാഷ് തേഴ്സ്റ്റി. 29ാമത്തെ ക്വസ്റ്റ്യൻ. ഹി ഡാഷ് തേഴ്സ്റ്റി. ഓപ്ഷൻ എ ലുക്കിംഗ്, ഓപ്ഷൻ ബി ഹാവ് ലുക്ക്ഡ്, ഓപ്ഷൻ സി ലുക്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നൊരു വാക്കാണ് അല്ലേ, ഹി ലുക്സ്. ഒരിക്കലും ഹി ഈസ് ലുക്കിംഗ് എന്ന് നമ്മൾ പറയാറില്ല. അതായത് ലുക്കിംഗ് എന്നുള്ളതിനെ നമ്മൾ ING ഫോമിൽ കണ്ടിന്യൂസിൽ ഉപയോഗിക്കാറില്ല. അതിന് ING ഫോം ഇല്ല എന്നല്ല അർത്ഥം, ING ഫോം അതിനുണ്ട്, പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൽ അത് ഉപയോഗിക്കാറില്ല. ഹീ ഈസ് ലുക്കിംഗ് തേഴ്സ്റ്റി എന്ന് പറയാറില്ല, ഹീ ഈസ് ലുക്കിംഗ് ഗുഡ് എന്നും പറയാറില്ല. ഓക്കെ, അങ്ങനെ വരുമ്പോൾ അവിടെ സിമ്പിൾ പ്രസൻ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഇവിടെ ഹീ ലുക്സ് തേഴ്സ്റ്റി, ഹീ ലുക്സ് തേഴ്സ്റ്റി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഹീ ലുക്സ് തേഴ്സ്റ്റി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 30ാമത്തെ ക്വസ്റ്റ്യൻ 30. മൈ യങ്ങർ സൺ ഹാസ് ജസ്റ്റ് ഡാഷ് എ ലെറ്റർ. മൈ യങ്ങർ സൺ ഹാസ് ജസ്റ്റ് ഡാഷ് എ ലെറ്റർ. ഓപ്ഷൻ തന്നിട്ടുണ്ട് റിട്ടൺ, റോട്ട്, റൈറ്റിംഗ്, റൈറ്റ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജസ്റ്റ് എന്നുള്ളത് 99% പ്രസൻറ്റ് പെർഫെക്റ്റിൽ വരുന്ന വാക്കാണ്. പ്രസൻറ്റ് പെർഫെക്റ്റിൽ വരുന്ന വാക്കാണ് ജസ്റ്റ് എന്നുള്ളത്. പ്രസൻറ്റ് പെർഫെക്റ്റിലും വരും, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും വരും. പക്ഷെ നമ്മൾ 95% പ്രസൻറ്റ് പെർഫെക്റ്റിലേ വരാറുള്ളൂ. അപ്പോൾ മൈ യങ്ങർ സൺ ഹാസ് ജസ്റ്റ് ഡാഷ് എ ലെറ്റർ അല്ലേ.
ഇവിടെ ഹാസ് തന്നിട്ടുണ്ട്. മൈ യങ്ങർ സൺ ഹാസ് ജസ്റ്റ് ഡാഷ് എ ലെറ്റർ. അപ്പോൾ ഹാസിന് ശേഷം വരുന്നത് എന്താണ്? ഹാസിന് ശേഷം ഹാസിന് ശേഷം വരുന്നത് ജസ്റ്റ് എന്നുള്ളതാണ് അല്ലേ? അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റിൽ വരുന്ന വെർബ് ഏതായിരിക്കും? ഹാസ് പ്ലസ് V3, ഹാവ് പ്ലസ് V3, ഹാഡ് പ്ലസ് V3. ഓക്കെ, ഹാസും ഹാവും പ്രസൻറ്റ് പെർഫെക്റ്റിലും ഹാഡ് പാസ്റ്റ് പെർഫെക്റ്റിലും. ഇവിടെ ഹാസ് ജസ്റ്റ് ഡാഷ് എ ലെറ്റർ. അപ്പോൾ അവിടെ ഏത് വരും? റിട്ടൺ, റോട്ട്, റൈറ്റിംഗ്, റൈറ്റ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. മൈ യങ്ങർ സൺ ഹാസ് ജസ്റ്റ് റിട്ടൺ എ ലെറ്റർ. മൈ യങ്ങർ സൺ ഹാസ് ജസ്റ്റ് റിട്ടൺ എ ലെറ്റർ എന്നുള്ളതാണ് ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത 31ാമത്തെ ക്വസ്റ്റ്യൻ. സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ വേർഡ്. സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ വേർഡ്. കൺഗ്രാജുലേഷൻസ് വേർ ഡാഷ് ഓൺ ഹിം. കൺഗ്രാജുലേഷൻസ് വേർ ഡാഷ് ഓൺ ഹിം. അവൻ്റെ മേലിൽ ആശംസകൾ ചൊരിഞ്ഞു എന്ന് നമ്മൾ പറയില്ല, അതുപോലെ തന്നെ ആശംസകൾ ചൊരിഞ്ഞു. ആശംസയല്ല, ആശംസകൾ ചൊരിഞ്ഞു. ഓപ്ഷൻ എ ഷോവ്ഡ്, ഓപ്ഷൻ ബി ഷവേർഡ്, ഓപ്ഷൻ സി സ്നോവ്ഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. നമുക്കറിയാം എന്തായിരിക്കും. ഓപ്ഷൻ ബി ആണ്, ഷവേർഡ്, ചൊരിഞ്ഞു എന്ന് പറയുമ്പോൾ. കൺഗ്രാജുലേഷൻസ് വേർ ഷവേർഡ് ഓൺ ഹിം. ഓപ്ഷൻ ബി ഷവേർഡ്. ഓക്കെ, അടുത്ത 32ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ ഐ ലെഫ്റ്റ് ദ ഹൗസ്. വെൻ ഐ ലെഫ്റ്റ് ദ ഹൗസ് I dash all the rooms. When I left the house, I dash all the rooms. ഞാൻ വീട്, ഐ ലെഫ്റ്റ് ദ ഹൗസ്, ഞാൻ വീട്ടിൽ നിന്ന് പോയി. എപ്പോൾ? ഐ ഡാഷ് ആൾ ദ റൂംസ്, ഞാൻ റൂം എന്തോ ആക്കിയിട്ട്. ഓപ്ഷൻ ഉണ്ട് ലോക്ക്ഡ്, ഹാഡ് ലോക്ക്ഡ്, ഹാസ് ലോക്ക്ഡ്, ഹാവ് ലോക്ക്ഡ്. നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ വന്നാൽ ആദ്യം നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റിലും പറയണം എന്നുള്ളത്. ഇവിടെ അവൻ വീട് പൂട്ടിയിട്ടാണ് പോയത്. റൂമുകളെല്ലാം പൂട്ടിയിട്ടാണ് അവൻ വീട്ടിൽ നിന്ന് പോയത്. എല്ലാ റൂമും പൂട്ടിയതിന് ശേഷം വീട്ടിൽ നിന്ന് പോയി. അപ്പോൾ ആദ്യം നടന്നത് എന്താണ്? എല്ലാ റൂമും പൂട്ടുക എന്നുള്ളതാണ്, ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലോക്ക് ചെയ്യുന്നത് എന്ത് വേണം? പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം. അപ്പോൾ എങ്ങനെ പറയും? വെൻ ഐ ലെഫ്റ്റ് ദ ഹൗസ് ഐ ഹാഡ് ലോക്ക്ഡ് ആൾ ദ റൂംസ്. ഓപ്ഷൻ ബി ഹാഡ് ലോക്ക്ഡ് എന്നുള്ളതാണ് ആൻസർ. വെൻ ഐ ലെഫ്റ്റ് ദ ഹൗസ് I had locked all the rooms. When I left the house, I dash all the rooms. Had locked all the rooms. ഇവിടെ ഹാഡ് ലോക്ക്ഡ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റും ലെഫ്റ്റ് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 33. They dash at about 1 o'clock. They dash at about 1 o'clock. Option A have usually lunch. Lunch usually have. യൂഷ്വലി ഹാവ് ലഞ്ച്, യൂഷ്വലി ലഞ്ച് ഹാവ്. ക്വസ്റ്റ്യൻ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു നോക്കിയാൽ തന്നെ അത് കിട്ടും അല്ലേ? ഇവിടെ ദേക്ക് ശേഷം നമ്മൾ എപ്പോഴും എന്താണ്? ടൈം വേർഡ് ആയിട്ടുള്ള യൂഷ്വലി ആണ് വരിക. ദേ യൂഷ്വലി. സബ്ജക്റ്റിന് ശേഷം യൂഷ്വലി ഉണ്ടെങ്കിൽ യൂഷ്വലി അവസാനത്തിൽ കൊണ്ട് നമ്മൾ എഴുതാറില്ല. ഒരു സെൻറ്റൻസിൻ്റെ ഓർഡർ അനുസരിച്ച് സബ്ജക്റ്റിന് ശേഷം എന്ത് എഴുതും? യൂഷ്വലി. ഹി യൂഷ്വലി ഗോ, ഹി യൂഷ്വലി ഗോസ്, അല്ലെങ്കിൽ ഷീ യൂഷ്വലി ഗോസ്. ഷീ ഗോസ് യൂഷ്വലി എന്ന് പറയാറില്ല. അപ്പോൾ യൂഷ്വലി എഴുതി. യൂഷ്വലി വരുന്നത് രണ്ടേ ഉള്ളൂ, സിയും ഡിയും. പിന്നെ ഏതാണ്? ലഞ്ച് ഹാവ് എന്ന് പറയില്ല, ഹാവ് ലഞ്ച് എന്നേ പറയൂ. അപ്പോൾ ദേ യൂഷ്വലി ഹാവ് ലഞ്ച് അറ്റ് അബൌട്ട് 1 o'clock. ഏതാണ്ട് 1 മണിക്ക്, 1 മണിൻ്റെ ഉള്ളിൽ അവർ ലഞ്ച് കഴിക്കും എന്നുള്ളത് അല്ലേ? അവർ പതിവായിട്ട് 1 മണിൻ്റെ ഉള്ളിൽ, 1 മണിക്ക് അല്ലെങ്കിൽ അതിനുള്ളിലോ ലഞ്ച് കഴിച്ചിരിക്കും. സിമ്പിൾ പ്രസൻറ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. ദേ യൂഷ്വലി ഹാവ് ലഞ്ച് അറ്റ് അബൌട്ട് 1 o'clock. ഓക്കെ, അടുത്ത 34ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ ഡെമോക്രസി എവരി വൺ ഡാഷ് ഒബേ ദ ലോസ് ഓഫ് ദ കൺട്രി. ഒരു ജനാധിപത്യത്തിൽ എല്ലാവരും എന്താണ്? ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ബാധ്യസ്ഥർ എന്നാണ് അവിടെ ഫിൽ ചെയ്യേണ്ടത്. നോക്കാം. ഓപ്ഷൻ എ ക്യാൻ, ഓപ്ഷൻ ബി വിൽ, ഓപ്ഷൻ സി മേ, ഓപ്ഷൻ ഡി ഓട്ട് ടു. എന്താണ്? കറക്റ്റ് ആൻസർ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഓട്ട് ടു, അംഗീകരിക്കുക അല്ലെങ്കിൽ ബാധ്യസ്ഥരാണ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇൻ എ ഡെമോക്രസി എവരി വൺ ഓട്ട് ടു, അനുസരിക്കണം, അംഗീകരിക്കണം. ഇൻ എ ഡെമോക്രസി എവരി വൺ ഓട്ട് ടു ഒബേ ദ ലോസ് ഓഫ് ദ കൺട്രി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓട്ട് ടു എന്നുള്ളത് കടമയാണ്, കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഓട്ട് ടു ഉപയോഗിക്കുക. 35ാമത്തെ ക്വസ്റ്റ്യൻ. ടോം ഓഫേർഡ്
Tom offered dash us to the railway station. Tom offered dash us to the railway station. Option A drive, option B driving, option C to drive, option D driver. ടോം ഞങ്ങൾക്ക് എന്താണ് റെയിൽവേ സ്റ്റേഷൻ വരെ ഞങ്ങൾക്ക് ഡ്രൈവ് തരാമെന്ന്, അതായത് ഞങ്ങളെ കൊണ്ടുപോക്കാമെന്ന് ഓഫർ ചെയ്തു. ഡ്രൈവ് ചെയ്ത് ഞങ്ങളെ കൊണ്ടുപോക്കാമെന്ന് ഓഫർ ചെയ്തു. അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ എന്താണ്, ഡ്രൈവ് വരുമോ, ഡ്രൈവിങ് വരുമോ, ടു ഡ്രൈവ് വരുമോ, ഡ്രൈവർ വരുമോ? ടോം ഓഫേർഡ് ഡ്രൈവർ അസ് എന്ന് പറയില്ല. അപ്പോൾ ഡ്രൈവർ വരില്ല. ഡ്രൈവിംഗ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് എന്തെങ്കിലും ടോം ഓഫേർഡ് ടു ഡ്രൈവ് അസ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, അവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, ടു ഡ്രൈവ്. ടോം ഓഫേർഡ് ടു ഡ്രൈവ് അസ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 36ാമത്തെ ക്വസ്റ്റ്യൻ. ഇറ്റ് ഡാഷ് സിൻസ് 6 o'clock this morning. ഇറ്റ് ഡാഷ് സിൻസ് 6 o'clock this morning. ഈസ് റെയിനിങ്, ഹാസ് ബീൻ റെയിനിങ്, ഹാഡ് ബീൻ റെയിനിങ്, ഹാവ് ബീൻ റെയിനിങ്. അതായത് മനസ്സിലാക്കുക. ഇറ്റ് ഡാഷ് സിൻസ് 6 o'clock ദിസ് മോർണിംഗ്. സിൻസ് എന്നുള്ളത് വന്നിട്ടുണ്ട് 6 o'clock, പോയിന്റ് ഓഫ് ടൈമാണ്, 6 മണിക്ക് അല്ലേ. അപ്പോൾ സിൻസും ഫോറും ഏത് ടെൻസിലാണ് വരിക എന്ന് കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഈസ് റെയിനിങ് എന്നുള്ളത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഹാസ് ബീൻ റെയിനിങ് എന്നുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഹാഡ് ബീൻ റെയിനിങ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഹാവ് ബീൻ റെയിനിങ് എന്നുള്ളതും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അവിടെ ഉള്ളത് ബിയും ഡിയും ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇറ്റാണ് സബ്ജക്റ്റ്. ഇറ്റിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ഹാസേ ഉപയോഗിക്കൂ. ഇറ്റിൻ്റെ കൂടെ ഹാവ് അല്ല, ഇറ്റ് ഹാവ് എന്ന് പറയില്ല, ഇറ്റ് ഹാസ്. അപ്പോൾ ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് 6 o'clock ദിസ് മോർണിംഗ്. ഇറ്റ്, ഷീ, ഹി ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഹാസ് ആണ് ഉപയോഗിക്കുക. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 37. രാഹുൽ യൂഷ്വലി ഡാഷ് ന്യൂസ് പേപ്പർ ഇൻ ദി മോർണിംഗ്. രാഹുൽ യൂഷ്വലി ഡാഷ് ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ്. രാഹുൽ സ്ഥിരമായിട്ട് പതിവായിട്ട് രാവിലെ പത്രം വായിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ റീഡ്, റീഡ്സ്, ഹാസ് റെഡ്, റീഡിങ് ഏതാണ്? യൂഷ്വലി കണ്ടാൽ നമുക്കറിയാം അതെന്താണ്, സിമ്പിൾ പ്രസൻറ്റിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് യൂഷ്വലി. അപ്പോൾ ഓപ്ഷൻ തന്നിട്ടുണ്ട് റീഡ്, റീഡ്സ്, ഹാസ് റെഡ്, റീഡിങ്. അപ്പോൾ നമുക്ക് മനസ്സിലായി സിമ്പിൾ പ്രസൻ്റ് ആണ്. അപ്പോൾ ഒന്നെങ്കിൽ റീഡ് വരും അല്ലെങ്കിൽ റീഡ്സ് വരും. റീഡിങ് എന്നുള്ളത് വരില്ല, ഹാസ് റെഡ് എന്നുള്ളതും വരില്ല. അപ്പോൾ റീഡാണോ റീഡ്സ് ആണോ? രാഹുൽ എന്നത് സിംഗുലർ ആണ്. രാഹുൽ ഒന്നേ ഉള്ളൂ, ഒരു രാഹുലാണ്. അപ്പോൾ അവിടെ സിംഗുലർ വെർബ് വെച്ചാൽ മതി. അപ്പോൾ സിംഗുലർ വെർബ് ഏതാ, റീഡാണോ റീഡ്സ് ആണോ? ഓപ്ഷൻ ബി റീഡ്സ് എന്നുള്ളതാണ് ആൻസർ. രാഹുൽ യൂഷ്വലി റീഡ്സ് ന്യൂസ് പേപ്പർ ഇൻ ദി മോർണിംഗ്. രാഹുൽ യൂഷ്വലി റീഡ്സ് ന്യൂസ് പേപ്പർ ഇൻ ദി മോർണിംഗ്. റീഡ്സ് എന്നുള്ള ഇത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 38. അർജുൻ ഹാഡ് ബീൻ ലിവിങ് ഹിയർ ഡാഷ് 5 years. അർജുൻ ഹാഡ് ബീൻ ലിവിങ് ഹിയർ. ഇത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ്. അർജുൻ ഹാസ് ബീൻ എന്നുള്ളത് തന്നത് അർജുൻ ഹാഡ് ബീൻ ലിവിങ് ഹിയർ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വെക്കാം? ഇവിടെയും സിൻസും ഫോറും കണ്ടിന്യൂസിലൊക്കെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയാലും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയാലും ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഫോറും സിൻസ് നമ്മൾ ഉപയോഗിക്കണം. ഓക്കെ, ഇവിടെ അർജുൻ ഹാഡ് ബീൻ ലിവിങ് ഹിയർ ഡാഷ് 5 years. ശരിക്കും അവിടെ ഹാസ് ബീൻ ലിവിങ് ഹിയർ എന്നായിരുന്നു വേണ്ടത്. കാരണം പാസ്റ്റ് ടെൻസിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ 2 സെൻറ്റൻസ് തന്നിട്ടാണ് കൂടുതലായിട്ട് അങ്ങനെ ചോദിക്കാറ്. കാരണം 2 സെൻറ്റൻസ് നടക്കുമ്പോഴേ അത് മാച്ച് ആകുള്ളൂ. വേണ്ട, നമ്മളത് നോക്കണ്ട. അർജുൻ ഹാഡ് ബീൻ ലിവിങ് ഹിയർ ഡാഷ് 5 years. ഇവിടെ 5 വർഷം എന്നുള്ളത് 5 വർഷം എന്നുള്ളത് അല്ലേ, പീരിയഡ് ഓഫ് ടൈം ആണോ പോയിന്റ് ഓഫ് ടൈം ആണോ? ഓപ്ഷൻ വായിക്കാം, സിൻസ്, ഫോർ, ബിഫോർ, ബൈ. ഇവിടെ 5 എന്നുള്ള റെഡിമെയ്ഡ് വാക്ക് കണ്ടതുകൊണ്ട് എല്ലാവരും സിൻസ് എന്ന് എഴുതും. സിൻസ് അല്ല, 4 ആണ്. ഈ 5 വർഷങ്ങൾ എന്നുള്ളത് ഒരു പീരിയഡാണ്, ഒരു പോയിൻ്റ് അല്ല. 5 വർഷം എന്ന് പറഞ്ഞൊരു പോയിൻ്റ് അല്ല, ഒരു പീരിയഡ് ഓഫ് ടൈമാണ്. നേരെ മറിച്ച് 2000 മുതൽ എന്നൊക്കെയാണെങ്കിൽ എന്ത് എഴുതും? സിൻസ് എഴുതും. കാരണം 2000 എന്നുള്ളത് പോയിൻ്റാണ്. അർജുൻ അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 2000 മുതലാണ് എന്ന് പറയുമ്പോൾ 2000-ൻ്റെ തൊട്ടുപ്പുറത്ത് എന്ത് മതി? 2000-ൻ്റെ തൊട്ടുപ്പുറത്ത് സിൻസ് മതി. അതൊരു പോയിൻ്റ് ഓഫ് ടൈമാണ്. ഇവിടെ 5 വർഷങ്ങൾ. അപ്പോൾ 5 വർഷങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായി? അത് പീരിയഡായി, അല്ലെങ്കിൽ 10 വർഷങ്ങൾ പീരിയഡായി. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ 5 years എന്നാണ്. അർജുൻ ഹാഡ് ബീൻ ലിവിങ് ഹിയർ 5 years. ഓക്കെ, അടുത്ത 39ാമത്തെ ക്വസ്റ്റ്യൻ. എ ബേർഡ് ഓഫൺ ഡാഷ് എഗ്സ് ആൻഡ് ഹാച്ച് ദ ചിക്സ്.
എ ബേർഡ് ഓഫൺ ഡാഷ് എഗ്സ് ആൻഡ് ഹാച്ച് ദി ചിക്സ്. ഓപ്ഷൻ എ ലൈസ്, ഓപ്ഷൻ ബി ലെയ്സ്, ഓപ്ഷൻ സി ലൈഡ്, ഓപ്ഷൻ ഡി ലെയിൻ. ഏതാണ് കറക്റ്റ് ആൻസർ? അതായത് എ ബേർഡ് ഓഫൺ ഡാഷ് എഗ്സ് ആൻഡ് ഹാച്ച് ദ ചിക്സ്, അതായത് കോഴി സ്ഥിരമായിട്ട് മുട്ടയിടും, അല്ലെങ്കിൽ ഒരു പക്ഷി സ്ഥിരമായിട്ട് മുട്ടയിട്ടതിൻ്റെ കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നു. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ലൈസ്, ഓപ്ഷൻ ബി ലെയ്സ്, ഓപ്ഷൻ സി ലൈഡ്, ഓപ്ഷൻ ഡി ലൈൻ. ഈ ലൈൻ്റെത് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇത് ഞാൻ കറക്റ്റായിട്ട് നമ്മളെ ചാനലിൽ ഇതിൻ്റെ മുമ്പ് ചെയ്തതാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് കയറി നോക്കുക. ഓക്കെ, ഇവിടെ വരുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ്, ലെയ്സ്. LAYS, എ ബേർഡ് ഓഫൺ ലെയ്സ്, ഇടുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എ ബേർഡ് ഓഫൺ ലെയ്സ്, എ ബേർഡ് ഓഫൺ ലെയ്സ് എഗ്സ് ആൻഡ് ഹാച്ച് ദി ചിക്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 40ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഈസ് കറക്റ്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഈസ് കറക്റ്റ്? ഏത് സെൻറ്റൻസാണ് ഇതിൽ കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഞാൻ വായിക്കാം. മൈ ബ്രദർ ഹാസ് റിട്ടേൺഡ് ഫ്രം ബോംബെ യെസ്റ്റർഡേ. ഓപ്ഷൻ ബി മൈ ബ്രദർ ഹാഡ് റിട്ടേൺഡ് ഫ്രം ബോംബെ യെസ്റ്റർഡേ. ഓപ്ഷൻ സി മൈ ബ്രദർ റിട്ടേൺസ് ഫ്രം ബോംബെ യെസ്റ്റർഡേ. ഓപ്ഷൻ ഡി മൈ ബ്രദർ റിട്ടേൺഡ് ഫ്രം ബോംബെ യെസ്റ്റർഡേ. ഇത് കേട്ടാൽ നമുക്ക് തോന്നുന്നത് എന്താണ്? ഇത് വലിയ എന്തോ സംഭവമാണെന്ന് അല്ലേ? 4 ഓപ്ഷനൊക്കെ തന്നിട്ട് ഇതിൽ നമ്മൾ ആകെ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. ലാസ്റ്റത്തെ യെസ്റ്റർഡേ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഏത് ടെൻസ് ആയിരിക്കും ഇത് വരിക. യെസ്റ്റർഡേ ഏത് ടെൻസിലാണ് ഉപയോഗിക്കുക? സിമ്പിൾ പാസ്റ്റിൽ. യെസ്റ്റർഡേ എന്നുള്ള ടൈം വേർഡ് കാണുന്ന വേറെ ഒന്നും നോക്കണ്ട, സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് നോക്കിയാൽ മതി. ഹാസ് റിട്ടേൺഡ് എന്നുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഹാഡ് റിട്ടേൺഡ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. റിട്ടേൺസ് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. മൈ ബ്രദർ റിട്ടേൺഡ് ഫ്രം ബോംബെ യെസ്റ്റർഡേ. റിട്ടേൺഡ് എന്നുള്ളതാണ് സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, മൈ ബ്രദർ റിട്ടേൺസ്. ഓപ്ഷൻ സി എന്താണ്? സിമ്പിൾ പ്രസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. മൈ ബ്രദർ റിട്ടേൺഡ് ഫ്രം ബോംബെ യെസ്റ്റർഡേ. ഓക്കെ, അടുത്ത 41ാമത്തെ ക്വസ്റ്റ്യൻ. സച്ചിൻ ഡാഷ് പ്ലേയിങ് ക്രിക്കറ്റ് ലാസ്റ്റ് ഇയർ. സച്ചിൻ ഡാഷ് പ്ലേയിങ് ക്രിക്കറ്റ് ലാസ്റ്റ് ഇയർ. സ്റ്റോപ്പ്ഡ്, സ്റ്റോപ്പ്, വിൽ സ്റ്റോപ്പ്, ഹാവ് സ്റ്റോപ്പ്, ഹാവ് സ്റ്റോപ്പ്ഡ്. സ്റ്റോപ്പ്ഡ്, സ്റ്റോപ്പ്, വിൽ സ്റ്റോപ്പ്, ഹാവ് സ്റ്റോപ്പ്ഡ്. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈം വേർഡ് ഉണ്ട്. ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഡേ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട, സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും അല്ലേ? ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് വരുന്ന ആകെ ഒന്നേ ഉള്ളൂ. ഏതാണ്? ഓപ്ഷൻ എ സ്റ്റോപ്പ്ഡ് എന്നുള്ളത്. സച്ചിൻ സ്റ്റോപ്പ്ഡ് പ്ലേയിങ് ക്രിക്കറ്റ് ലാസ്റ്റ് ഇയർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. സച്ചിൻ സ്റ്റോപ്പ്ഡ് പ്ലേയിങ് ക്രിക്കറ്റ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അവസാന വർഷം സച്ചിൻ ക്രിക്കറ്റ് കളി നിർത്തി എന്നുള്ള അർത്ഥത്തിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത 42ാമത്തെ ക്വസ്റ്റ്യൻ. യൂസ് അപ്രോപ്രിയേറ്റ് ടെൻസ്. കറക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ഇറ്റ് ഡാഷ് ഹെവിലി ഫോർ എ വീക്ക്, ദ വെൽസ് ആർ ഓവർഫ്ലോയിങ്. ബ്രാക്കിൽ റെയിൻ എന്നുണ്ട് അല്ലേ? ഇറ്റ് ഡാഷ് ഹെവിലി ഫോർ എ വീക്ക്, ദ വെൽസ് ആർ ഓവർഫ്ലോയിങ്. അതായത് 4 വീക്ക് എന്ന് കണ്ടില്ലേ? 4 വീക്ക്, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്താണ്? ശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദ വെൽസ് ആർ ഓവർഫ്ലോയിങ്, കിണറുകളെല്ലാം നിറഞ്ഞൊഴുകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലായി. ഓപ്ഷൻ നോക്കാം. റെയിൻ, വാസ് റെയിനിങ്, ഹാഡ് റെയിൻഡ്, ഹാസ് ബീൻ റെയിനിങ് അല്ലേ? ഇവിടെ നമ്മളൊരു കാര്യം നോക്കുക. 4 വീക്ക് എന്നുള്ളതാണ്. 4ഉം സിൻസും വന്നു കഴിഞ്ഞാൽ അത് ഏത് ടെൻസ് ആയിരിക്കും നമ്മൾ പഠിച്ചു അല്ലേ? അതായിരിക്കും ഒന്നെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇവിടെ റെയിൻ എന്നുള്ളത് സിമ്പിൾ പ്രസൻ്റ് ആണ്. വാസ് റെയിനിങ് എന്നുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഹാഡ് റെയിൻഡ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഹാസ് ബീൻ റെയിനിങ് എന്നുള്ളതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഇവിടെ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഹാസ് ബീൻ റെയിനിങ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഹെവിലി ഫോർ എ വീക്ക്, ദ വെൽസ് ആർ ഓവർഫ്ലോയിങ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് ചെയ്യാം. അടുത്ത 43ാമത്തെ ക്വസ്റ്റ്യൻ. ദ തീഫ് ഡാഷ് ഇൻ ദി വേസ്റ്റ് ബിൻ. ദ തീഫ് ഡാഷ് ഇൻ ദി വേസ്റ്റ് ബിൻ. ഓപ്ഷൻ എ ഹിഡ്, ഓപ്ഷൻ ബി ഹൈഡ്, ഓപ്ഷൻ സി ഹിഡൻ, ഓപ്ഷൻ ബി ഹൈഡിങ്. അതായത് കള്ളൻ വേസ്റ്റ് ബിന്നിൻ്റെ മറവിൽ ഒളിച്ചു, വേസ്റ്റ് ബിന്നിൽ ഒളിച്ചു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹിഡ്, ഹൈഡ്, ഹിഡൻ, ഹൈഡിങ്. ഹൈഡിങ് വരുമോ?
ഇല്ല. ഹൈഡിങ് വരണമെങ്കിൽ എന്താണ്, കണ്ടിന്യൂസ് ആകണം, ഒരു ഓക്സിലറി വെർബ് വേണം. ഈസ് ഹൈഡിങ്, ആർ ഹൈഡിങ് എന്നൊക്കെ വേണം. അപ്പോൾ ഹൈഡിങ് വരില്ല. ഹിഡൻ വരുമോ? ഹിഡൻ V3 ആണ്. ഹൈഡ്, ഹിഡ്, ഹിഡൻ. അതായത് അപ്പോൾ ഹിഡൻ വരണമെങ്കിൽ എന്ത് വേണം? ഹാവോ, ഹാസോ, ഹാഡോ ഒക്കെ വേണം. ഹാവ്, ഹിഡൻ, അതായത് ഹാവ് പ്ലസ് V3 അല്ലേ? ഹിഡൻ V3 ആണ്. പിന്നെ ഹൈഡ്, ഹൈഡ് വരുമോ? ഇവിടെ നമുക്ക് ടെൻസിനെ സൂചിപ്പിക്കുന്ന ഒന്നുമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു ടെൻസിനെ സൂചിപ്പിക്കുന്ന ഒന്നുമില്ലെങ്കിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കണം അല്ലേ? ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, ഹൈഡും ഉണ്ട് ഹിഡും ഉണ്ട്. ഇവിടെ നമുക്ക് സിമ്പിൾ പ്രസൻ്റ് ആയിട്ട് വന്നത് ഹൈഡാണ്. പക്ഷെ അതവിടെ ശരിയാവില്ല. കാരണം എന്താ? ദ തീഫ് എന്നുള്ളത് സിംഗുലർ ആണ് അല്ലേ? ഇനി ഇവിടെ ഹൈഡ്സ് എന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെ യൂസ് ചെയ്യായിരുന്നു, ഹൈഡ്സ്. പക്ഷേ ഇവിടെ ഹൈഡ്സ് എന്നുള്ളതില്ല, ഹൈഡാണ്. ഓക്കെ, അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റൂല. അപ്പോൾ ഹിഡാണ് കറക്റ്റ് ആൻസർ. ദ തീഫ് ഹിഡ് ഇൻ ദി വേസ്റ്റ് ബിൻ. സിമ്പിൾ പാസ്റ്റിലാണ് ഈ സെൻറ്റൻസ് അല്ലേ? സാധാരണ നമുക്ക് ടൈം വേർഡ് തന്നിട്ടില്ലെങ്കിൽ അത് സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും. പക്ഷേ ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാൻ പറ്റൂല. കാരണം എന്താ? ഹൈഡ്സ് എന്നുള്ള ഓപ്ഷൻ ഇല്ല. ഹൈഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഹൈഡ്സ് ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ ഹൈഡാണ്. ഹൈഡ് ഒരിക്കലും ദ തീഫ് എന്നുള്ളത് സിംഗുലർ ആണ്. അപ്പോൾ ഹൈഡ് ഒരിക്കലും സിംഗുലറിന് പറ്റില്ല. ഒരു പക്ഷേ ദ തീവ്സ് ആണെങ്കിൽ, ഒന്നിൽ കൂടുതൽ കള്ളന്മാരുണ്ടെങ്കിൽ, ദ തീവ്സ് ആണെങ്കിൽ നമുക്ക് ഹൈഡ് ഉപയോഗിക്കാം. ദ തീവ്സ് ഹൈഡ് ഇൻ ദി വേസ്റ്റ് ബിൻ. പക്ഷേ ഇവിടെ ഒറ്റ തീഫ് ഉള്ളൂ, അതുകൊണ്ട് ഹിഡ് എന്ന് മതി. ഓക്കെ, അടുത്ത 44, 44ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ടെൻസ് ഓഫ് ദ വെർബ്. കറക്റ്റ് ടെൻസ് ഓഫ് ദ വെർബ് കണ്ടുപിടിക്കുക. കറക്റ്റ് ടെൻസിൻ്റെ കറക്റ്റ് ഫോം കണ്ടുപിടിക്കുക. ഓക്കെ, എ ഡസൻ ഓറഞ്ചസ് ഡാഷ് ഫോർ ₹50. എ ഡസൻ ഓറഞ്ചസ് ഡാഷ് ഫോർ ₹50. എ ഡസൻ ഓറഞ്ച് എന്ന് പറയുമ്പോൾ 12 ഓറഞ്ച് ഉണ്ടാവും അല്ലേ? ഓറഞ്ച് എന്നല്ല ഓറഞ്ചസ് എന്നാണ് പറഞ്ഞുള്ളത്. അപ്പം നമുക്ക് അവിടെ എന്ത് വെക്കാം? എ ഡസൻ ഓറഞ്ചസ് വേർ ബോട്ട് ബൈ ഫോർ $50. വേർ ബോട്ട്, അതായത് ഇവിടെ ഈസ് ബോട്ട്, വാസ് ബോട്ട്, വേർ ബോട്ട്, നൺ ഓഫ് ദ എബോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വേർ ബോട്ട് എന്നുള്ളതാണ് കറക്റ്റ്. കാരണം വാസും ഈസും എന്താണ്? സിംഗുലറാണ്. വേർ ബോട്ട് എന്നുള്ളതാണ് പ്ലൂരൽ. അപ്പോൾ ഡസൻ ഓറഞ്ചസ്, ഡസൻ എന്നുള്ള വേർഡ് വന്ന ശേഷം അതിന് ശേഷം വരുന്നത് എന്താണ്? അതിന് ശേഷം വരുന്നത് ഓറഞ്ചസ് എന്നുള്ള പ്ലൂരൽ ഫോമാണ്. അപ്പോൾ നമ്മൾ വേർ ബോട്ട്, ഇതൊരു പാസീവ് ഫോമും കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കുക. വേർ പ്ലസ് V3, വേർ ബോട്ട്. എ ഡസൻ ഓറഞ്ചസ് വേർ ബോട്ട് ഫോർ ₹50. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 45. ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ഫ്രീസ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഫ്രീസിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് ഫ്രീസിൻ്റെ മൂന്നാമത്തെ രൂപം V3 ഫോം. V1, V2, V3. V1 എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസൻറ്റ്, V2 സിമ്പിൾ പാസ്റ്റ്, V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഫ്രോസ്, ഫ്രോസൺ, ഫ്രീസ്, ഫ്രീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫ്രോസൺ. അതായത് ഫ്രോസ്, ഫ്രീസിൻ്റെ ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ഫ്രീസ്, ഫ്രീസിൻ്റെ മൂന്നാമത്തെ രൂപം ഏതാണ്? ഓപ്ഷൻ ബി, ഫ്രോസൺ എന്നുള്ളതാണ്, ഫ്രോസൺ. ഓക്കെ, അടുത്ത 46ാമത്തെ ക്വസ്റ്റ്യൻ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വെർബ് ഫോം. കറക്റ്റായിട്ടുള്ള വെർബ് ഫോം വെച്ചത് ഫില്ല് ചെയ്യുക. ദേ ഡാഷ് ടു ദ മാർക്കറ്റ്. അവർ മാർക്കറ്റിലേക്ക് പോകുന്നു അല്ലേ? ടൈം വേർഡ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് വെക്കണം? സിമ്പിൾ പ്രസൻറ്റ് ഉണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ്. ഇവിടെ ഗോസ്, ഗോ, ഗോയിങ്, ഗോൺ എന്നുള്ളതാണ്. ദേ വന്നു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസൻ്റ് ആണ് വെക്കുക. സിമ്പിൾ പ്രസൻറ്റ് പ്ലൂരലാണ് വെക്കുക അല്ലേ? ഇവിടെ ഗോസ് എന്നുള്ളത് സിംഗുലർ ആണ്, ഗോ എന്നുള്ളതാണ് പ്ലൂരൽ. അപ്പോൾ ദേ ഗോ ടു ദ മാർക്കറ്റ് എന്ന് മതി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദേ ഗോ ടു ദ മാർക്കറ്റ്. അടുത്ത 47ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ വർക്ക് ഡാഷ് ബൈ 7:30 PM ടുമോറോ. നാളെ 7 മണിയാകുമ്പോഴത്തേന് ഈ വർക്ക് കഴിഞ്ഞിട്ടുണ്ടാകും അല്ലേ? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലാണെന്ന് പറഞ്ഞിട്ടുള്ളത്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ എ വിൽ കംപ്ലീറ്റഡ്, ഓപ്ഷൻ ബി വുഡ് കംപ്ലീറ്റ്, ഓപ്ഷൻ സി വിൽ ഹാവ് ബീൻ കംപ്ലീറ്റഡ്, ഓപ്ഷൻ ഡി വിൽ ഹാവ് കംപ്ലീറ്റഡ്. ഏതാണ്? ഓപ്ഷൻ ഡി, വിൽ ഹാവ് കംപ്ലീറ്റഡ് എന്നുള്ളതാണ്. ദ വർക്ക് വിൽ ഹാവ് കംപ്ലീറ്റഡ് ബൈ 7:30 PM ടുമോറോ. നാളെ 7:30 ആകുമ്പോഴേക്കും ഈ വർക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, ആ സമയമാകുമ്പോഴത്തേന് അത് കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളത്. ഓപ്ഷൻ ഡി, വിൽ ഹാവ് കംപ്ലീറ്റഡ് എന്നുള്ളത്. അടുത്ത 48ാമത്തെ ക്വസ്റ്റ്യൻ. ഐ റിമെമ്പർ മദർ ആൾവേസ് ഡാഷ് ബജൻസ് ഇൻ ദി ഈവനിങ്.
ഐ റിമെമ്പർ മദർ ആൾവേസ് ഡാഷ് ഭജൻസ് ഇൻ ദി ഈവനിങ്സ്. കാരണം എൻ്റെ അമ്മയെ ഞാൻ ഓർക്കുന്നു, എപ്പോഴും ഓർക്കും. കാരണം എന്താ, അമ്മ ഈവനിങ്ങിൽ ഭജൻസ് എന്ന് പറഞ്ഞാൽ ഭജനകൾ പാടിയിരുന്നു എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ എന്താണ്, സാങ് സിംഗിങ്, ഹാസ് സാങ്, ഹാസ് ബീൻ സിംഗിങ്. ഹാസ് ബീൻ സിംഗിങ് വരില്ല, സിംഗിങ് വരില്ല, ഹാസ് സാങ്ങും വരില്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, സാങ് എഴുതാം. സിമ്പിൾ പാസ്റ്റ് അല്ലേ. ഐ റിമെമ്പർ മദർ ആൾവേസ് സാങ്. ഞാൻ ഓർക്കുന്നു എൻ്റെ അമ്മ പാടിയിരുന്നത് എന്ത്, ഭജൻസ് ഇൻ ദി ഈവനിങ്. എല്ലാ ഈവനിങ്ങിലും ഭജന പാടിയിരുന്നത് ഞാൻ ഓർക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് സാങ് വെച്ചത്. ഓക്കെ, അടുത്ത 49ാമത്തെ ക്വസ്റ്റ്യൻ. ഹി ഡാഷ് ഹിസ് ഗ്രാൻഡ് സൺ ഡെയിലി. ഹി ഡാഷ് ഹിസ് ഗ്രാൻഡ് സൺ ഡെയിലി. ഈസ് കാളിങ്, കാളിങ്, കാൾസ്, ഹാവ് ബീൻ കാളിങ്. എന്താണ് ഡെയിലി എന്നുള്ള വാക്ക്? ഡെയിലി എന്നുള്ള വാക്ക് സിമ്പിൾ പ്രസൻറ്റിലാണ് ഉപയോഗിക്കുക. ഡെയിലി എന്നുള്ള വാക്ക് സിമ്പിൾ പ്രസൻറ്റിൻ്റെ ടൈം വേർഡാണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും. ഈസ് കാളിങ് എന്നുള്ളത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. കാളിങ് എന്നുള്ളത് കണ്ടിന്യൂസ് ആണ്. കാൾസ് എന്നുള്ളതാണ് എന്ത്, സിമ്പിൾ പ്രസൻറ്റ്. ഹി എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് കാൾസ് എന്ന് വെക്കണം. ഓക്കെ, ദേ എന്നാണെങ്കിൽ അവിടെ കാൾ വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഹി കാൾസ് ഹിസ് ഗ്രാൻഡ് സൺ ഡെയിലി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഹി കാൾസ് ഹിസ് ഗ്രാൻഡ് സൺ ഡെയിലി. 50ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ സണ്ണി അറൈവ്ഡ് ഹോം ഹിസ് ചിൽഡ്രൻ ഡാഷ്. സണ്ണി എത്തുമ്പോഴേക്കും അയാളുടെ മക്കൾ എന്താണ്? ഓപ്ഷൻ എ വെൻറ്റ് ടു സ്ലീപ്പ്, ഓപ്ഷൻ ബി ഹാഡ് ഗോൺ ടു സ്ലീപ്പ്, ഓപ്ഷൻ സി ഹാസ് ഗോൺ ടു സ്ലീപ്പ്, ഓപ്ഷൻ ഡി വാസ് ഗോയിങ് ടു സ്ലീപ്പ്. ഇതൊന്നും ഓപ്ഷൻ വായിക്കേണ്ട ആവശ്യമില്ല, നമ്മളിപ്പോൾ പറഞ്ഞു വന്നിട്ടുള്ളൂ. രണ്ട് കാര്യങ്ങൾ പാസ്റ്റ് ടെൻസിൽ നടന്നത്. അതായത് സണ്ണി വീട്ടിലെത്തുമ്പോഴേക്കും മക്കൾ എന്താണ്, ഉറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ അവിടെ സണ്ണി വീട്ടിലെത്തുകയാണോ അതോ മക്കൾ ഉറങ്ങുകയാണോ ആദ്യം നടക്കുന്നത്? ആദ്യം നടക്കുന്നത് മക്കൾ ഉറങ്ങുക എന്നുള്ളതാണ്. ഉറങ്ങുക എന്നുള്ള പ്രവൃത്തിയാണ് ആദ്യം നടക്കുന്നത്. അപ്പോൾ ആദ്യം പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം അല്ലേ. രണ്ടാമത് സണ്ണി എത്തുന്നത് സിമ്പിൾ പാസ്റ്റിലും പറയണം. അപ്പോൾ സണ്ണി അറൈവ്ഡ് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റാണ്. അപ്പോൾ ഹോം ഹിസ് ചിൽഡ്രന് ശേഷം പാസ്റ്റ് പെർഫെക്റ്റ് വെക്കണം. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ഏതാണ്? ഹാഡ് പ്ലസ് V3. ഓപ്ഷൻ ബി ഹാഡ് ഗോൺ ടു സ്ലീപ്പ് എന്നുള്ളത്. ഹാഡ് ഗോൺ ടു സ്ലീപ്പ് ഉറങ്ങാൻ പോയിരിക്കും. വെൻ സണ്ണി അറൈവ്ഡ് ഹോം ഹിസ് ചിൽഡ്രൻ ഹാഡ് ഗോൺ ടു സ്ലീപ്പ്. സണ്ണി വീട്ടിലെത്തിയുമ്പോഴേക്കും മക്കളെല്ലാം ഉറങ്ങാൻ പോയിട്ടുണ്ട്.